ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ കഴുത്തിന് പരുക്കുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിൻ കുറച്ച് മുമ്പ് കൂടി പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ നിലയിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയാലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പരസ്പരം അവരുടെ ആരോഗ്യ കാര്യങ്ങളിലെങ്കിലും എമ്പതി കാണിക്കാറുണ്ട്. ആ എമ്പതി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് താനും. പക്ഷെ ഇവിടെ വീണ ജോർജ് അഭിനയിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മുതൽ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകർ വരെ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും അനുതാപം അർഹിക്കുന്നില്ല എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഒരാൾ രോഗിയായി ആശുപത്രിയിൽ കിടന്നാൽ, ഒരാൾക്കൊരു പരിക്ക് പറ്റി കിടന്നാൽ ഒക്കെ നമുക്ക് സാധാരണ ഉണ്ടാകുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അഭിലാഷ്? ഇവിടെ സമരങ്ങൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവമല്ല. ഭരണകൂടത്തിനെതിരെ എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്, അതൊന്ന് കുറച്ചാൽ നന്നായിരുന്നു. ശരിയാക്കാം, പറഞ്ഞോളൂ. സമരങ്ങൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവമല്ലല്ലോ. നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങൾ കണ്ടിരിക്കുന്നു. അത് ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യത്വരഹിതമായ സമരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് CPM എന്ന് പറയുന്ന സംഘടന. ആ സംഘടന, CPM എന്ന സംഘടന ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്? ഏറ്റവും ന്യായമായ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അവർ സമരം ചെയ്തത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നതിനെ തെറ്റാണ് എന്ന് പറയാൻ കഴിയും. സമരം കേരളം ഉള്ള കാലം മുതലുണ്ട്. പക്ഷെ സമരം ചെയ്യുന്നത് എങ്ങനെയാണ്? മന്ത്രി ഒരു പൊതു ചടങ്ങിൽ വേദിയിൽ ഇരിക്കുമ്പോൾ പ്രവർത്തകർ സദസ്സിൽ നിന്ന് കരിങ്കൊടി ഉയർത്തി കാണിച്ചു മന്ത്രിക്ക് നേരെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അതൊരു സമരമാണ്. മന്ത്രിയുടെ വാഹനം റോഡിലൂടെ പോകുമ്പോൾ പുറത്തു നിന്ന് പ്രവർത്തകർ റോഡിൽ നിന്ന് കരിങ്കൊടി വീശി കാണിക്കുന്നു, ഗോ ബാക്ക് വിളിക്കുന്നു. സമരമാണ്. അവിടെ ആരും അപായപ്പെടുന്നില്ല. അതൊരു സമരമാർഗമാണ്. സമരം എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായല്ലേ കരിങ്കൊടി കാണിക്കുന്നത്? ഇപ്പോ ഒരാളുടെ കോലം കത്തിക്കുക എന്ന് പറയുന്നത് പ്രതീകാത്മകമായല്ലേ, അല്ലാതെ ഇപ്പൊ അയാളെ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഒരു മനുഷ്യനെ കത്തിച്ച് കളയുക എന്ന വൈരനിര്യാതനമല്ലല്ലോ കോലം കത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പ്രതീകാത്മകമായി ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ KSU പ്രവർത്തകരോ യൂത്ത് ലീഗ് പ്രവർത്തകരോ എത്ര കരിങ്കൊടി കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷേ മന്ത്രി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇടിച്ചു കയറി അവരുടെ സുരക്ഷിതത്വം അപായപ്പെടുത്തുന്ന നിലയിലേക്കുള്ള സമരത്തെ എങ്ങനെയാണ് സമരം എന്ന് വിളിക്കുക? നാളെ ഇതൊരു പ്രസിഡന്റ് ആയാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും നേരിടേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു സാഹചര്യമാണോ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വയലേഷൻ നടന്നിട്ട് അത് സമരമാണ് എന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമരം നടത്തുന്നതിന് ഒരു പ്രത്യേക ഇടമുണ്ട് എന്നുള്ള ഒരു നറേറ്റീവ് അഭിലാഷ് പറയുന്നത് കഷ്ടമാണ്. സമരം നടത്തുന്നത് എവിടെയാണോ മന്ത്രിമാര് പോകുന്നത്, അവിടെ പ്രതീകാത്മകമായി പ്രതിഷേധം അറിയിക്കാനല്ലേ സമരം. ഒരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ ഉദ്യമിക്കലല്ലോ സമരം. വീണ ജോർജിനോട് വൈരനിര്യാതനം കാണിക്കണം, വീണ ജോർജിനെ ആ നിലയ്ക്ക് ശാരീരികമായി കീഴ്പ്പെടുത്തണം, കായികമായി ആക്രമിക്കണം, അതല്ലല്ലോ സമരം. അതിനുദ്യമിക്കുന്നത്, അവരുള്ള ഇടത്തേക്ക് ഓടിക്കയറുന്നത്, അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സമരമാവുക? ഇനിയിപ്പോ വെന്യൂ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് വേറൊരു സ്ഥലത്തേക്ക് ആക്കിയാലും. ഈ അഭിലാഷ് തുടങ്ങിയപ്പോൾ മുതൽ അഭിലാഷ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ സമരം നടത്തുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമല്ല. അത് പല രീതിയിലുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ള കേരള രാഷ്ട്രീയമാണ്. നമുക്ക് പല രീതിയിലുള്ള സമരങ്ങൾ പറയാം. KV തോമസ് ഇന്ന് CPM-ന്റെ ഒപ്പം നിൽക്കുന്ന KV തോമസിന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചത് നമ്മൾ കണ്ടതാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് നെഞ്ചത്ത് രക്തമൊഴുക്കി നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വികൃതമായ രീതിയിലുള്ള സമരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്. അത് ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇല്ല. അത്തരത്തിലുള്ള ഒരു സമരം, മറ്റൊരാളെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള സമരം ചെയ്യുന്ന രീതി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാലത്തും അവലംബിച്ചിട്ടില്ല, അതിനെ ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ താങ്കൾ പറയുന്ന പോലെ അല്ല സംഭവം. ഇവിടെ കരിങ്കൊടി കാണിക്കാൻ 3-4 വിദ്യാർത്ഥികൾ എത്തുന്നു. ആ 3-4 വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കാൻ എത്തുന്നത് ഈ നിൽക്കുന്ന മന്ത്രിയുടെ എത്രയോ ദൂരെയാണ്. അതിനുള്ളിൽ 50 പോലീസുകാരുണ്ട്. ആ 50 പോലീസുകാരുടെ വളഞ്ഞു നിൽക്കുന്നതിൻ്റെ ഉള്ളിലാണ് മന്ത്രി നിൽക്കുന്നത്. ഇപ്പുറത്ത് 3-4 വിദ്യാർത്ഥികൾ, KSU വിദ്യാർത്ഥികൾ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ ആ തിരിഞ്ഞു വന്ന് പോലീസുകാരെ വകഞ്ഞു മാറ്റി തിരിഞ്ഞു വന്ന്
KSUക്കാരോട് ആക്രോശിച്ചുകൊണ്ട് നീ വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഏത് മന്ത്രി ഏത് കാലത്താണ് പ്രതികരിച്ചിട്ടുള്ളത്? മന്ത്രിമാർക്ക് അവർ പാലിക്കേണ്ട ചില പക്വതകളുണ്ട്. അവർക്കെതിരെ സമരമുണ്ടാകും. അവർ തെറ്റ് ചെയ്താൽ, അവരുടെ വകുപ്പ് തെറ്റ് ചെയ്താൽ അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിനെ സംയമനത്തോടെ നേരിടേണ്ടതിന് പകരം, സഹിഷ്ണുത കാണിക്കേണ്ടതിന് പകരം കൊച്ചുകുട്ടികൾ ഇപ്പൊ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നേരെ ചീറിപ്പാഞ്ഞുകൊണ്ട് എന്നാ വാടാ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞു നിൽക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് എന്ന് മാത്രമല്ല. ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറായി അംഗീകരിക്കാമോ? ഇനി മുതലുള്ള കേരളത്തിൽ ഇങ്ങനെ സമരം നടത്താം എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എഗ്രി ചെയ്യുമോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളുടെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ. അത് വിശദമായി ഇന്നലെ മുതൽ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകരെല്ലാം കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അകത്ത് എവിടെയാണ് വീണ ജോർജാണ് അക്രമാസക്തി? നോക്കൂ, ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത് നോക്ക്. മന്ത്രിയാണ് അക്രമാസക്തിയായിരിക്കുന്നത്. മന്ത്രി വിദ്യാർത്ഥികൾക്ക് നേരെ പായുക. എന്തിനാ? മുദ്രാവാക്യം വിളിച്ചു. ഏതെങ്കിലും മന്ത്രിമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നു. പുറത്ത് കാത്തു നിൽക്കുന്ന, ഒളിഞ്ഞു നോക്കി ഇങ്ങനെ രംഗം വീക്ഷിക്കുന്ന 2 പേർ മന്ത്രിയുടെ നേർക്ക് ഓടിയെടുക്കുന്ന വിഷ്വൽ വേറെയുണ്ട്. അങ്ങനെ ആ സന്ദർഭത്തിലാണ് പോലീസിന് പൊതിഞ്ഞു പിടിക്കേണ്ടി വരുന്നത്, ഒരു വലയം തീർക്കേണ്ടി വരുന്നത്. ആ വലയത്തിനുള്ളിൽ മന്ത്രി നിൽക്കുന്നത്. അവിടെ ഉണ്ടായ, നമുക്ക് അവിടെ ബ്ലർഡായിട്ട വിഷ്വലുള്ള അവിടെ ഉണ്ടായ സംഭവത്തിൽ പ്രതികരിച്ചാണ് മന്ത്രി വീണ്ടും വിദ്യാർത്ഥികളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വാടാ എന്നോ അല്ലെങ്കിൽ വാട്ടവർ അത് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇതാണ് സമരമെങ്കിൽ ഇനി അങ്ങോട്ട് കേരളം ഇങ്ങനെ സമരം ചെയ്യാമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങ് തീരുമാനിക്കുമോ? രാഷ്ട്രീയ നേതാക്കൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ 4-5 ആളുകൾ എവിടെയെങ്കിലും വന്ന് അഭിലാഷിന്റെ വാക്കുകൾ തന്നെ അല്ല അങ്ങനെ വന്ന് സമരം ചെയ്യാമോ? ഞാൻ ചോദിക്കുന്നത് തല്ലണ്ട, തല്ലാതിരുന്നാൽ മതി. തന്നെ കടമെടുത്ത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അഭിലാഷ് ഇങ്ങനെ സംസാരിച്ചാലോ? അഭിലാഷിന് ഇപ്പൊ CPM-ന്റെ പ്രതിനിധി ഇവിടെ ആവശ്യമില്ലല്ലോ. അഭിലാഷ് എന്നെ പറഞ്ഞാൽ സംവിധാനത്തിൽ എന്റെ പക്ഷം കോൺഗ്രസ് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരം നടത്തിയെന്നാണ്. അപ്പൊ അതിലെ വിയോജിപ്പ് ഞാൻ അങ്ങയോട് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. CPM-ന്റെ കാര്യം CPM പറയും. ജനാധിപത്യ വിരുദ്ധത ഇല്ലാന്നാ ഞാൻ പറയുന്നത്. അല്ല, അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി മുതൽ കേരളത്തിൽ ഇങ്ങനെ മതിയോ സമരം എന്നുള്ള ചോദ്യം കൂടി താങ്കൾ അഡ്രസ് ചെയ്തോളൂ. കാരണം പറയട്ടെ, അതിന് കാരണം പറയാൻ അനുവദിക്കണ്ടേ? താങ്കൾ എന്നെ അതിന് കാരണം പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. താങ്കളുടെ തന്നെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം. 2 വിദ്യാർത്ഥികൾ കൊടി കാണിക്കാൻ നിന്നു. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ശരിയാണ്, കരിങ്കൊടി കാണിക്കാൻ 2 വിദ്യാർത്ഥികൾ അവിടെ ഒളിഞ്ഞു നോക്കുന്ന. അങ്ങനെ തന്നെയാ SFI-ക്കാരും DYFI-ക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ. അല്ലാതെ മുൻപേ വന്ന് ഇങ്ങനെ നിൽക്കില്ല. കറുത്ത കൊടി കാണിക്കാൻ നിൽക്കുന്നത് അവർ വരുന്നതിന് നേരെ മുമ്പിലല്ല വന്ന് നിൽക്കുന്നത്. സൈഡിൽ എവിടെയെങ്കിലും മാറി നിന്നിട്ടാണ് കരിങ്കൊടി കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കരിങ്കൊടി പ്രകടനങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുള്ളത്. ഇനെന്താ ഇത്ര അത്ഭുതമുള്ളത്? അപ്പോൾ കരിങ്കൊടി കാണിച്ച ഉടനെ തന്നെ മന്ത്രിമാർ ചാടി വീണ് ആ സമരം നടത്തുന്നവരുടെ നേർക്ക് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, അതെല്ലാം പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. കൈ രണ്ടും പുറകിൽ കെട്ടി ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന മന്ത്രിയെ നമ്മൾ കണ്ടതാണല്ലോ. മന്ത്രിയുടെ കഴുത്തിന് ഉളുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കട്ടെന്നേ. അവരുടെ തന്നെ പോലീസാണല്ലോ ചുറ്റും നിന്നത്. 50 പോലീസുകാരാണല്ലോ പിടിച്ചോണ്ട് നിന്നത്. എന്തോ 3 പിള്ളേർ സൈഡിൽ നിന്നപ്പോൾ ആ 3 പിള്ളേരുടെ അക്രമത്തിന് ഇരയായി എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോൾ കേരള പോലീസ് എന്ന് പറയുന്നത് എന്താ? ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകളാണെന്നാണോ താങ്കൾ പറയുന്നത്? 50 പോലീസുകാർ അവിടെ നിൽക്കുന്നു, 2 വിദ്യാർത്ഥികൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടി കാണിക്കുന്നു. അപ്പോഴേക്കും മന്ത്രി വീണയുടെ കഴുത്തുളുക്കി എന്ന് പറഞ്ഞാൽ ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ അഭിലാഷ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നടത്തിയ സമരം എന്താ? ഇതുപോലെ തന്നെ ഒരു വനിതാ നേതാവ് യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണല്ലോ മുദ്രാവാക്യം വിളിച്ചത്. എത്ര വൃത്തികെട്ട മുദ്രാവാക്യമാണ് കേരള സമൂഹം ഇന്നലെ കേട്ടത്. അപ്പൊ അതിനെക്കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? ഇങ്ങനെയാണ് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്? എന്തെല്ലാം തരത്തിൽ നല്ല ശക്തമായ മുദ്രാവാക്യം വിളിച്ചു വളർന്ന സംഘടനകളാണ് ഇവിടെയുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം. പാർട്ടികൾക്ക് അതീതമായി ഞാനത് പറയാം. പക്ഷേ ഒരിക്കലും ഒരു വനിത, സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അമ്മമാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ, എനിക്കത് ഈ ചാനലിൽ ഇരുന്ന് എടുത്തു പറയാൻ പറ്റില്ല. വളരെ മോശം മുദ്രാവാക്യമാണ് അവര് പറഞ്ഞത്. യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. അവര് വിളിച്ച മുദ്രാവാക്യം നമുക്ക് എടുത്തു പറയാൻ കഴിയില്ലല്ലോ അഭിലാഷ്. അപ്പോ അത്തരത്തിൽ നടന്നതിനെ കുറിച്ച് ചർച്ചയില്ല. അല്ല, അതും ചർച്ചാ വിഷയത്തിന്റെ ഭാഗമാണ്. അതിലൊരു പ്രശ്നം വെച്ചാൽ, ഞാൻ അടുത്ത ചോദ്യം CPM-ലേക്ക് പോകുന്നതിന് മുമ്പ്, ഇങ്ങനെ ഇപ്പൊ അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ കോൺഗ്രസ് കേരളത്തിന്റെ ഭരണകക്ഷിയായി വന്നേക്കാം. മന്ത്രിമാർക്കെതിരെ അപ്പോൾ സമരങ്ങളും ഉണ്ടായേക്കാം.
പക്ഷേ മന്ത്രിമാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ അവരെ വ്യക്തിപരമായിട്ടാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്? അവർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കാറ് കയറാൻ നിൽക്കുമ്പോഴോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ ആണോ ആളുകൾ കറുത്ത കൊടിയുമായിട്ട് ചാടി വീഴേണ്ടത്? ഇതൊരു നോമായാൽ ഇനി അങ്ങോട്ടുള്ള സമരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അത് എന്തൊരു സമര സംസ്കാരമായിരിക്കും? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോ ഒരു വ്യക്തി ഇപ്പൊ വീണ ജോർജ് എന്നുള്ളതല്ലല്ലോ ഇതിനു പ്രശ്നം. മുമ്പുണ്ടായ സമരങ്ങളൊന്നും താങ്കൾ കണ്ടിട്ടില്ലേ? ഈ തരത്തിലാണോ മുമ്പുണ്ടായ സമരം? 2001 ഈ പറഞ്ഞ കരിയോയിൽ ഒഴിച്ച ഒരു സമരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് മാറ്റി നിർത്തിയാൽ കരിങ്കൊടി പ്രകടനങ്ങൾ മന്ത്രിമാർ വാഹനങ്ങളിൽ പോകുമ്പോഴല്ലേ കരിങ്കൊടി കാണിക്കുന്നത്? അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അല്ലേ കരിങ്കൊടി കാണിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നോംസ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴേ കരിങ്കൊടി കാണിക്കാൻ പാടുള്ളൂ. എവിടെയാണോ ഭരണകൂടം, എവിടെയാണോ ഭരണാധികാരി വരുന്നത് അവിടെ കൊടി കാണിക്കുക എന്നുള്ളതാ അത്തരത്തില് എല്ലാവരും സമരം ചെയ്തിട്ടുള്ളത്. ഇതെന്തോ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച പോലെയാണല്ലോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത്തരത്തിലൊന്നും അല്ല. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ട് ഒരു മന്ത്രിയെ ആക്ഷേപിച്ചിട്ടില്ല. ഒരു മന്ത്രിയും. പക്ഷേ മന്ത്രിമാർ ഭരണം നടത്തിയില്ലെങ്കിൽ, ശരിയായ രീതിയിൽ ഭരണം നടത്തിയില്ലെങ്കിൽ, നിയമസഭയിൽ കഴിഞ്ഞ 14, 15, 16 സമ്മേളനങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ തയ്യാറാകാത്ത ഒരു മന്ത്രിയായത്. ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ MLA-മാരോട് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അതെന്താ കാര്യം? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുന്ന വിമർശനങ്ങളാണ്. ശരി.